ഭക്ഷണം കഴിച്ചിട്ട് വൈശാഖനും ലക്ഷ്മിയും കൂടി മുറിയിലേക്ക് പോയി. ആഹാ, ആരാണ് ഈ അലങ്കോലപ്പണികളൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത്? ലക്ഷ്മി അടക്കി ചിരിച്ചുകൊണ്ട് കട്ടിലിൽ പോയിരുന്നു. എന്തൊരു ചൂടാണ് വൈശാഖേട്ടാ! അവളൊരു മാഗസിൻ എടുത്ത് വീശി. ഫാനിന് നല്ല സ്പീഡുണ്ടല്ലോ. അവൻ പോയി പരിശോധിച്ചു നോക്കിയിട്ട് പറഞ്ഞു. ഏട്ടാ, അത്യാവശ്യമായി നമ്മൾക്കൊരു AC മേടിക്കണം. എനിക്ക് ഈ ചൂട് സഹിച്ചു കിടക്കാൻ വയ്യ. അവൾ പറഞ്ഞപ്പോൾ വൈശാഖൻ അന്തം വിട്ട് അവളെ നോക്കി. അവൻ പതിയെ കട്ടിലിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ജനാലയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ജനാലവാതിൽ അവൻ തുറന്നിട്ടു. പാടവരമ്പത്ത് നിന്നും ഒരു നല്ല തണുത്ത കാറ്റ് അടിച്ചു വന്നു. അവൾക്ക് നല്ല ഒരു ഉന്മേഷം തോന്നി. ഒരു നിമിഷം അവൾ അവിടെ നിന്നു. അപ്പോഴേക്കും അവൻ അവളെ പിടിച്ചു തനിക്ക് അഭിമുഖമായി നിർത്തി. ഈ സുഖം ഏത് കമ്പനിയുടെ AC കിട്ടും മോളെ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അവനെ അടിമുടി ഒന്ന് നോക്കി. കിടക്കേണ്ടേ? ഇങ്ങനെ നിന്നാൽ മതിയോ? അവൻ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. അവൾ ഒന്ന് മൂളി. അതേ, ഈ വേഷമൊക്കെ മാറി പോയി കുളിക്ക്. അവൾ പറഞ്ഞതും അവൻ വേഗം ബാത്റൂമിലേക്ക് പോയി. ആസ്വദിച്ചുള്ള കുളിയൊക്കെ കഴിഞ്ഞ് ഒരു മൂളിപ്പാട്ടും പാടി ഇറങ്ങി വന്നപ്പോൾ വൈശാഖൻ ഞെട്ടിപ്പോയി. ലക്ഷ്മി സുഖമായി ഉറങ്ങുന്നു. ലക്ഷ്മി, അവൻ പതിയെ വിളിച്ചു. ഒന്ന് രണ്ട് ആവർത്തി കൂടി വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഒന്ന് ഞെരങ്ങി. എന്താ മുത്തശ്ശി, കിടന്നുറങ്ങ്, അവൾ അവ്യക്തമായി പറഞ്ഞു. മുത്തശ്ശിയോ? എടി പെണ്ണേ, ഇത് മുത്തശ്ശിയല്ല, നിന്റെ കെട്ടിയോനാണ്, അവൻ പിറുപിറുത്തു. പാവം, നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങട്ടെ. അവനും മനസ്സില്ലാ മനസ്സോടെ കട്ടിലിൽ കയറി കിടന്നു. ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുന്ന ലക്ഷ്മിയെ അവനൊന്ന് നോക്കി. ഒന്നും അറിയാതെ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? അവളുടെ ഒരു AC. എപ്പോഴോ അവൻ്റെ കണ്ണുകളും അടഞ്ഞു. രാവിലെ 6 മണി. വൈശാഖൻ പതിവുപോലെ എഴുന്നേറ്റു. നോക്കിയപ്പോൾ ലക്ഷ്മി നല്ല ഉറക്കത്തിലാണ്. സാധാരണ ഭാര്യമാരാണ് ഭർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കാപ്പിയൊക്കെ ആയിട്ട് നിൽക്കണത്. ഇത് നേരെ തിരിച്ചാവുമോ? ലക്ഷ്മി, എഴുന്നേൽക്ക്. ലക്ഷ്മി, അവൻ കുറേ തട്ടി വിളിച്ചപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു. അയ്യോ, നേരം എത്രയായി? അവൾ അവനോട് ചോദിച്ചു. അവൻ ക്ലോക്കിലേക്ക് വിരൽ ചൂണ്ടി. അവൻ എടുത്തു കൊടുത്ത ബ്രഷും മേടിച്ചുകൊണ്ട് അവൾ വേഗം ബാത്റൂമിലേക്ക് കയറി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കിടുകിടാന്ന് വിറച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് വന്നു. താൻ കുളിച്ചോ? അവൻ ചോദിച്ചു. എൻ്റെ മുത്തശ്ശി പറഞ്ഞു കുളിച്ചിട്ടേ അടുക്കളയിൽ പോകാവൂ എന്ന്. അവൾ വിറച്ചു. ആ, ബെസ്റ്റ്. ശരി ശരി, എന്നാൽ ചെല്ല്, അവൻ പറഞ്ഞപ്പോൾ അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ മൊരിഞ്ഞ ദോശയുടെ മണം അവിടെ മാകെ നിറഞ്ഞിരുന്നു. വീണ എഴുന്നേറ്റ് മുറ്റമടിക്കുന്നുണ്ട്. സുമിത്ര അടുക്കളയിൽ എന്തൊക്കെയോ പണികളിലാണ്. വിജിയാണെങ്കിൽ അമ്മിക്കല്ലിൽ ചമ്മന്തി അരയ്ക്കുകയാണ്. എൻ്റെ മോളെ, നീ കുളിച്ചോ? ഈ വെള്ളം മാറി കാലത്തെ കുളിച്ചാൽ എന്താകുമോ? സുമിത്ര വന്ന് അവളുടെ മുടിയിൽ പിടിച്ചു. സാരമില്ലമ്മേ, കുഴപ്പമില്ല, അവൾ പറഞ്ഞു. അപ്പോഴേക്കും ഉണ്ണിമോളും അടുക്കളയിലേക്ക് വന്നു. അയ്യോ, ചേച്ചി കുളിച്ചോ? വല്ല പനിയും പിടിക്കും കേട്ടോ, അവൾ പറഞ്ഞു. മോളെ, ഇനി കുളിക്കൊന്നും വേണ്ട കേട്ടോ, ഇവിടെ അങ്ങനെ ഒന്നുമില്ല. സുമിത്ര അത് പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി. ഇതാ മോളെ, ഈ ചായ കൊണ്ടുപോയി വൈശാഖന് കൊടുക്ക്. സുമിത്ര ഒരു കപ്പ് ചായ അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു. അവൾ അതുമായി മുറിയിലേക്ക് ചെന്നു. അവൻ കാപ്പി മേടിച്ച് മേശയിൽ വെച്ചിട്ട് അവളെ വാരി പുണർന്നു. അയ്യേ, ഇതെന്താ ഈ കാണിക്കുന്നത്? അവൾ അവനെ തള്ളി മാറ്റിയിട്ട് വേഗം റൂമിന് പുറത്തേക്കിറങ്ങി. കാലത്തെ ദോശയും ചമ്മന്തിയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. അച്ഛൻ ഒരുപാടൊന്നും സംസാരിക്കുന്ന പ്രകൃതമല്ലെന്ന് ലക്ഷ്മിക്ക് തോന്നി. കാലത്തെ തന്നെ അശോകനും ശ്യാമളയും ദീപയും ഒക്കെ അവളെ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അവൾ സന്തോഷത്തോടെയാണ് എന്ന് എല്ലാവർക്കും അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. വൈശാഖൻ കാലത്തെ ഡ്രസ്സ് മാറി വന്നപ്പോൾ വിജി അവിടേക്ക് വന്നു. നീ എവിടെ പോകുക? അവൾ ചോദിച്ചു. മിക്സി നന്നാക്കാൻ കൊടുക്കാൻ പോകുവാടി. അവൻ പുറത്തേക്കിറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി. കാറിൽ നോക്കി നിൽക്കുകയാണ് വിജിയും വീണയും. നല്ല കാറാണ്, അവർ ലക്ഷ്മിയോട് പറഞ്ഞു. അച്ഛൻ എന്നോട് പോലും പറഞ്ഞില്ലെന്നേ. ഞാൻ അറിയുന്നത് ഇന്നലെ ഇങ്ങോട്ട് പുറപ്പെടാൻ നേരമാണ്, ലക്ഷ്മി അവരോട് പറഞ്ഞു. ചേച്ചിക്ക് ഡ്രൈവിംഗ് അറിയാമോ? ഉണ്ണിമോൾ ചോദിച്ചപ്പോൾ അവൾ തലകുലുക്കി. വല്യേട്ടൻ പഠിച്ചിട്ടില്ല, ഇനി പഠിക്കാൻ പറയണം, വീണയും പറഞ്ഞു. ലക്ഷ്മി മുറ്റത്തൂടെ ഒക്കെ നടന്നു. കുറേ പച്ചക്കറികളും കപ്പയും വാഴയും ചേനയും ഒക്കെ ഉണ്ട്. എല്ലാം അച്ഛൻ്റെ അധ്വാനമാ, ഉണ്ണിമോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? വൈശാഖേട്ടൻ ഒന്നും ചെയ്യാറില്ലേ? അവൾ ചോദിച്ചു. അയ്യോ ഇല്ലെന്നേ, വല്യേട്ടന് ഇതൊക്കെ മടിയാണ്. ഏട്ടൻ ഒഴിഞ്ഞു മാറിപ്പോവും. ഉണ്ണിമോൾ ഒരു നാളികേരം കൊഴിഞ്ഞു കിടക്കുന്നത് എടുക്കുകയാണ്. സുമിത്രയും വിജിയും കൂടെ കുറേ തുണികളും വാരിക്കെട്ടി ഇറങ്ങി വന്നു. ഇതെല്ലാം നനയ്ക്കാനുള്ളതാണോ അമ്മേ? വീണ തലയിൽ കൈവച്ചു. പിന്നല്ലാതെ, എത്ര ആളുകൾ ഉണ്ടായിരുന്നു 2 ദിവസമായിട്ട്, സുമിത്ര പറഞ്ഞു.
അമ്മയും മക്കളും കൂടി എല്ലാം നനച്ചിടുവാണ്. ഈശ്വര, ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ പോലുമില്ലേ? ലക്ഷ്മി ഓർത്തു. അച്ഛനോട് പറഞ്ഞ് ഉടനെ ഒരു വാഷിംഗ് മെഷീൻ മേടിപ്പിക്കണം, അവൾ തീർച്ചപ്പെടുത്തി. കുറേ സമയം കഴിഞ്ഞപ്പോൾ വൈശാഖം വന്നു. അവൻ്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. ഉണ്ണിമോളെ, അവൻ ഉറക്കെ വിളിച്ചു. ലക്ഷ്മി നോക്കി നിൽക്കുകയാണ്. അവൻ അത് ഉണ്ണിമോളുടെ കയ്യിൽ കൊടുത്തു. അവൾ അത് തുറന്നപ്പോൾ പരിപ്പുവട ആയിരുന്നു അതിൽ. അവൾ അത് എല്ലാവർക്കും പങ്കുവച്ചു. ലക്ഷ്മി മാത്രം കഴിച്ചില്ല. അവൾക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോൾ വിജി യാത്ര പറഞ്ഞു പോയി. തലേ ദിവസം തന്നെ ഗോപനും കട തുറക്കേണ്ടത് കൊണ്ട് പോയിരുന്നു. രണ്ടാളും കൂടി വീട്ടിലേക്ക് വിരുന്നിന് വരുമ്പോൾ അവിടേക്ക് വരണം. വിജി ലക്ഷ്മിയോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത്. മിക്സി നന്നാക്കിക്കൊണ്ടുവന്നതുകൊണ്ട് സുമിത്രയ്ക്ക് ആശ്വാസമായിരുന്നു. അരയ്ക്കാനും പൊടിക്കാനും ഒക്കെ ആരെക്കൊണ്ട് പറ്റും എൻ്റെ മോനെ, സുമിത്ര മകനോട് പറഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് ലക്ഷ്മിക്ക് തുമ്മൽ. ജലദോഷം പിടിക്കാനാണോ എൻ്റെ കൃഷ്ണ? സുമിത്ര അവൾക്ക് ആവി പിടിക്കാൻ വേണ്ടി തുളസി ഇലയും പനിക്കൂർക്ക ഇലയും കൂടി തൊടിയിൽ നിന്ന് പറിച്ചെടുത്തോണ്ട് വന്നു. മോള് പോയി കുറച്ച് സമയം കിടക്ക്, അപ്പോഴേക്കും മാറിക്കോളും, സുമിത്ര അവളെ മുറിയിലേക്ക് പറഞ്ഞയച്ചു. വൈശാഖൻ അവളുടെ അടുത്തേക്ക് ഇടയ്ക്ക് പോയി. അവൾ പതിയെ മയങ്ങുകയായിരുന്നു. അവൻ റൂമിൽ നിന്ന് തിരിച്ചു പോന്നു. അവളുടെ കൂടെ കിടക്കണം എന്ന് ആഗ്രഹമുണ്ടായിട്ടല്ല, എന്തു ചെയ്യാനാ, അവൻ ഓർത്തു. നല്ല പഴംപൊരിയുടെ മണം നാസികയിലേക്ക് തുളച്ചു കയറിയപ്പോഴാണ് ലക്ഷ്മി കണ്ണു തുറന്നത്. നേരം വൈകിയെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നപ്പോൾ വൈശാഖനും വീണയും കൂടി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ്. ആ, കുറഞ്ഞോ ഏട്ടത്തി? വീണ അവളോട് ചോദിച്ചു. കുറവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. വൈശാഖൻ ഒരു പഴംപൊരി എടുത്ത് ലക്ഷ്മിക്ക് കൊടുത്തു. അപ്പോഴേക്കും വീണ അവൾക്ക് ചായയും എടുത്തുകൊണ്ട് വന്നു. അവൾ കഴിക്കുന്നത് നോക്കിയിരിക്കുകയാണ് വൈശാഖൻ. ശേഖരൻ അപ്പോഴേക്കും കുറച്ച് കപ്പയുമായിട്ട് അവിടേക്ക് വന്നു. മോളെ, എങ്ങനെയുണ്ട്, കുറഞ്ഞോ? ശേഖരൻ വാത്സല്യത്തോടെ ലക്ഷ്മിയോട് ചോദിച്ചു. ഓ അച്ഛാ, അവൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവിടെ ഇരിക്ക്, ഇരുന്ന് കഴിക്ക്, അതും പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കപ്പയ്ക്കെന്താ അമ്മേ കറി വയ്ക്കുന്നത്? വീണ ചോദിച്ചു. ആ പൂവനെ കൊല്ലാം എന്ന് പറഞ്ഞാണ് അച്ഛൻ. ഭയങ്കര ചികച്ചിലാണ് ആ പൂവൻ. സുമിത്ര ചീനച്ചട്ടിയിൽ നിന്ന് പാത്രത്തിലേക്ക് പഴംപൊരി എല്ലാം എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു. അതാണ് നല്ലത്, വൈശാഖൻ പറഞ്ഞു. മോൾക്ക് എന്നു മുതലാണ് കോളേജിൽ പോകേണ്ടത്? സുമിത്രയും അവളുടെ അടുത്തേക്ക് ചായയുമായിട്ട് വന്നിരുന്നു. അടുത്ത ആഴ്ച മുതൽ പോകണം അമ്മേ, അവൾ പറഞ്ഞു. ഇനി 2 വർഷം കൂടിയുണ്ട് അല്ലേ മോളെ? സുമിത്ര ചോദിച്ചപ്പോൾ അവൾ തലകുലുക്കി. അന്ന് രാത്രിയിൽ കിടക്കാൻ നേരം ലക്ഷ്മി അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേ, എനിക്കിനി 2 വർഷം കൂടി ക്ലാസ് ഉണ്ട്. മുടങ്ങാതെ ക്ലാസ്സിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. താങ്കൾ അതിന് തടസ്സമാകില്ല എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? അവൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ MSc മാത്സ് പഠിക്കണമെന്നില്ല എന്ന് അവനെ അറിയാമായിരുന്നു. അപ്പോൾ നീ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയേക്കുവാണല്ലേ? ഒടുവിൽ അവൻ ചോദിച്ചു. യെസ്, നിങ്ങളെപ്പോലെ തെക്ക് വടക്ക് നടക്കുന്ന ഒരാൾക്ക് എന്നെ പിടിച്ച് കെട്ടിച്ചത് എൻ്റെ വിധി. പക്ഷേ എനിക്ക് അങ്ങനെ തോറ്റു പിന്മാറണമെന്ന് ആഗ്രഹമില്ല. ഞാനൊരു ജോലി സമ്പാദിക്കും. ഒരു വരുമാനം എനിക്ക് വേണം. അത് കഴിഞ്ഞ് മതി ബാക്കിയെല്ലാം. എനിക്കതിന് മാത്രം പ്രായമായില്ല മാഷേ. അവൾ ബെഡെല്ലാം കുടഞ്ഞു വിരിച്ചു. തനിക്ക് സ്വന്തമായി ഒരു ജോലിയില്ല, വരുമാനമില്ല. അതൊരു വലിയ പ്രശ്നമാണെന്ന് അവൻ ഓർത്തു. അവൾ നേരിട്ടല്ലെങ്കിലും അങ്ങനെയാണ് സൂചിപ്പിച്ചത്. തൻ്റെ അധ്യാപകരും കൂട്ടുകാരും ബന്ധുക്കളുമെല്ലാം എതിർപ്പ് പറഞ്ഞതാണ്. ജോലിയില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് വൈശാഖൻ എന്നായിരുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞില്ല. ആദ്യ രാത്രി തന്നെയാണ് അന്നും ആവർത്തിച്ചത്. അവൾ സുഖമായി ഉറങ്ങുകയാണ്. എടി പുല്ലേ, നിന്റെ സൗന്ദര്യവും ശരീരവും പണവും ഒന്നും കണ്ടിട്ടല്ലടി നിന്നെ ഞാൻ കെട്ടിയത്. അന്ന് അമ്പലത്തിൽ വെച്ച് തൻ്റെ കരണത്തടിച്ചത് ഇവളാണെന്ന് അറിഞ്ഞ നിമിഷം താൻ തീർച്ചപ്പെടുത്തി, കെട്ടുന്നെങ്കിൽ ഇവളെ തന്നെയാണെന്ന്. എന്നിട്ട് അവളുടെ ഒരു വർത്തമാനം കേട്ടില്ലേ? ചെവിക്കല്ലടിച്ച് പരത്താൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പിന്നെ എൻ്റെ അമ്മയെയും പെങ്ങന്മാരെയും സ്ത്രീ സമൂഹത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ നിന്നെപ്പോലെ ഒരുത്തി മതി അത് തകർക്കാൻ. വൈശാഖൻ കറങ്ങുന്ന ഫാനിലേക്ക് കണ്ണു നട്ട് കിടന്നു. ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലാത്ത അവസ്ഥയിലായിരുന്നു അവൻ. അവൻ നോക്കിയപ്പോൾ ഒന്നും അറിയാത്ത പോലെ ലക്ഷ്മി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. കാലത്തെ അലാറം അടിക്കുന്ന ശബ്ദം കേട്ടാണ് വൈശാഖൻ കണ്ണു തുറന്നത്. നോക്കിയപ്പോൾ ലക്ഷ്മി എഴുന്നേറ്റ് അത് ഓഫ് ചെയ്ത് വെക്കുന്നു. വൈശാഖൻ വേഗം തന്നെ കണ്ണുകൾ അടച്ചു. എന്നിട്ട് ഉറക്കം നടിച്ച് അവൻ കിടന്നു. ലക്ഷ്മി എഴുന്നേറ്റ് പോയപ്പോഴാണ് അവൻ കണ്ണു തുറന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അവന് ചായയുമായിട്ട് മുറിയിലേക്ക് വന്നു. ഏട്ടാ, ചായ, അവളത് മേശമേൽ വെച്ചിട്ട് പറഞ്ഞു. അവൻ അലക്ഷ്യമായി ഒന്ന് മൂളി. അതേ, നമുക്കിന്ന് കാലത്തെ അമ്പലത്തിലൊന്ന് പോയാലോ?
അച്ഛൻ തന്ന കാറിൽ എവിടെയും പോയില്ലല്ലോ. നമ്മൾക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോയിട്ട് വരാം, അവൾ അവനോട് ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് വല്ലാത്ത തലവേദന, നീ പൊയ്ക്കോ, വഴി ഞാൻ പറഞ്ഞു തരാം, അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഓ, അത്രയ്ക്ക് സഹായമൊന്നും വേണ്ട, ഞാൻ വീണയും ഉണ്ണിമോളുമായിട്ട് പൊയ്ക്കോളാം, അവൾ വെട്ടിത്തിരിഞ്ഞു പുറത്തേക്ക് പോയി. നീ പറയുമ്പോൾ തുള്ളാൻ അച്ചിക്കോന്തൻ അല്ലടി ഞാൻ, അവൻ പല്ലെറിമിക്കൊണ്ട് വാതുക്കലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞതും ലക്ഷ്മി വേഗം മുറിയിലേക്ക് വന്നു. അവനെ നോക്കുക പോലും ചെയ്തില്ല അവൾ. അലമാര തുറന്നു ഡ്രസ്സ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. കുളിക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇവിടെ ബാത്റൂം ഉണ്ടല്ലോ എന്നാണ് അവൻ ഓർത്തത്. വൈശാഖൻ പുറത്തേക്ക് ചെന്നപ്പോൾ അമ്മ എടുത്തു കൊടുത്ത ചൂടുവെള്ളം ഒരു ബക്കറ്റിലെടുത്തിട്ട് അവൾ പുറത്തെ ബാത്റൂമിലേക്ക് പോകുന്നത് കണ്ടു. നീ പോകുന്നില്ലേ അമ്പലത്തിൽ? വൈശാഖനെ കണ്ടതും സുമിത്ര ചോദിച്ചു. ഓ, ഞാനില്ല, തലവേദന എടുക്കുന്നു, അവൻ അലക്ഷ്യമായി പറഞ്ഞു. എന്താ മോനെ ഒരു വല്ലായിക പോലെ? പെറ്റമ്മ അല്ലേ? സ്വന്തം മകന്റെ മുഖം മാറിയത് അമ്മയ്ക്ക് മനസ്സിലായി എന്ന് അവൻ ഓർത്തു. എന്ത്? ഒന്നുമില്ല അമ്മേ, ഞാൻ പറഞ്ഞില്ലേ വല്ലാത്ത ഒരു തലവേദന. അവൻ പല്ല് തേക്കാനായി ബ്രഷും എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. അച്ഛൻ പിന്നാമ്പുറത്തിരുന്ന് കോഴിയെ പൊളിക്കുന്നുണ്ട്. ആ, രാവിലെ കൊലപാതകം നടത്തിയോ അച്ഛാ? അവൻ അവിടേക്ക് നടന്നു ചെന്നു. നീ അമ്മയോട് ആ വെട്ടുകത്തി കൊണ്ടുവരാൻ പറയണം, അയാൾ പറഞ്ഞപ്പോൾ അവൻ അമ്മയെ വിളിച്ചു. പല്ല് തേച്ചിട്ട് അവൻ തിരികെ റൂമിലെത്തിയപ്പോൾ ലക്ഷ്മി വലിയൊരു അംഗം നടത്തുന്നതാണ് കണ്ടത്. സെറ്റും മുണ്ടും ഉടുക്കാനുള്ള ശ്രമമാണ് വിഫലമായത്. മുണ്ടു മാത്രം ഉടുത്തിട്ടുണ്ട്, നേരിയതും പൊക്കിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഏട്ടാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? അവൾ ചോദിച്ചു. എനിക്കിതിനു മുമ്പ് ഈ പണിയല്ലായിരുന്നു, നീ വല്ല ചുരിദാറോ ഇട്ടുകൊണ്ട് പോകാൻ നോക്ക്, അവൻ പറഞ്ഞു. അയ്യടാ, ഞാനിത് ഉടുത്തോണ്ടേ പോകത്തുള്ളൂ, വീണയെ ഞാൻ വിളിക്കും. അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് അവൾ അവൻ്റെ ദേഹത്തേക്ക് വീണുപോയി. നീ ഈ കോലത്തിൽ എങ്ങോട്ടാ പോകുന്നത്? അച്ഛനുണ്ട് അവിടെ, അവൻ അവളെ തടഞ്ഞു. ഞാൻ വീണയെ വിളിച്ചുകൊണ്ടുവരാം, വീണയെ എന്ന് വിളിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒടുവിൽ വീണയുടെയും സുമിത്രയുടെയും സഹായത്തോടെ ലക്ഷ്മി സെറ്റും മുണ്ടുമൊക്കെ ഉടുത്ത് നാടൻ പെൺകുട്ടിയായി അമ്പലത്തിലേക്ക് പോകാനായി ഇറങ്ങി വന്നു. വൈശാഖേട്ടാ, പോയിട്ട് വരാമേ, അവൾ വിനയത്തോടെ പറഞ്ഞു. അവൻ തലകുലുക്കി. ഉണ്ണിമോളാണ് മുൻപിൽ കയറിയത്. ലക്ഷ്മി കാർ സ്റ്റാർട്ട് ചെയ്തു. നിഷ്പ്രയാസമാണ് കാർ ഓടിച്ചുകൊണ്ടു പോയത്. ബഹുമിടുക്കി, ഇങ്ങനെ ആവണം കുട്ടിയോൾ എന്ന് പറഞ്ഞുകൊണ്ട് ശേഖരൻ ഉമ്മറത്തേക്ക് കയറി. നല്ല സ്പീഡിൽ ഓടിച്ചു പോകുമോ ആവോ? സുമിത്രയ്ക്ക് ചെറിയ ഭയം ഇല്ലാതില്ല. എടി, അവൾ ഇന്ന് ആദ്യമായിട്ടാ വണ്ടി ഓടിക്കണത്, നീ മിണ്ടാതെ പോ, അയാൾ സുമിത്രയെ വഴക്കു പറഞ്ഞു ഓടിച്ചു. വൈശാഖന് പെട്ടെന്നെന്താ ഒരു തലവേദന? അച്ഛൻ ചോദിക്കുന്നത് വൈശാഖൻ മുറിയിലിരുന്ന് കേട്ടു. ആ കുട്ടിക്ക് ജലദോഷമായിരുന്നു, അത് പിടിച്ചതാവും, അമ്മ പറയുന്നുണ്ട്. അമ്പലത്തിൽ കാറിൽ ചെന്നിറങ്ങിയപ്പോൾ വീണയ്ക്കും ഉണ്ണിമോൾക്കും ഭയങ്കര അഭിമാനം തോന്നി. വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ കഷ്ടിയേ ഉള്ളൂ അമ്പലത്തിലേക്ക്. വീണയും ഉണ്ണിമോളും ഒക്കെ നടന്നാണ് സാധാരണ പോകാറുള്ളത്. എല്ലാവരും ലക്ഷ്മിയെ നോക്കുന്നുണ്ട്. പുതിയ പെണ്ണാണെന്ന് ചിലർക്കൊക്കെ അറിയാമായിരുന്നു. എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. ശിവന് ഒരു ജലധാരയും നടത്തി. വീണയായിരുന്നു രസീതൊക്കെ എടുത്തത്. അമ്പലത്തിന് പുറത്തിറങ്ങിയതും ലക്ഷ്മി അവിടമാകെ നിരീക്ഷിച്ചു. അമ്പലക്കുളത്തിൽ കുറേ ആമ്പൽപ്പൂ വിരിഞ്ഞു കിടക്കുന്നു. 1-2 കുട്ടികൾ കുളിക്കുന്നുമുണ്ട്. ഒരുപാട് വെള്ളമില്ല എന്നവൾക്ക് തോന്നി. അമ്പലത്തിൻ്റെ പുറകുവശം മുഴുവൻ വയലാണ്. അതിൻ്റെ അപ്പുറമായിട്ട് തെങ്ങിൻ തോപ്പാണ്. ഒരു വശത്ത് 2-3 പശുക്കിടാക്കൾ മേയുന്നുണ്ട്. ഏട്ടത്തി, ഉണ്ണിമോൾ വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. പോകാം, അവൾ ചോദിച്ചു. നല്ല ഭംഗിയുണ്ട് ഇവിടം കാണുവാൻ, എവിടെ നോക്കിയാലും പച്ചപ്പാണ്, നടക്കുന്നതിനിടയിൽ ലക്ഷ്മി പറഞ്ഞു. ഏട്ടത്തിക്ക് ഇവിടെ ഇഷ്ടമായോ? ഉണ്ണിമോൾ ചോദിച്ചു. ഒരുപാട്, അവൾ പറഞ്ഞു. നാളെ വീട്ടിലേക്ക് പോകണ്ടേ ഏട്ടത്തി? വീണ കാറിലേക്ക് കയറവേ ചോദിച്ചു. നാളെ രാവിലെ പോകണം, അച്ഛനും അമ്മയും നോക്കിയിരിക്കുക, ദീപേച്ചിയും പോയില്ല. ലക്ഷ്മി കാർ മുന്നോട്ടെടുത്തു. അത് പറയുമ്പോൾ അവൾക്ക് കൂടുതൽ ഉത്സാഹമായിരുന്നു. മൂവരും കൂടി തിരികെ വീട്ടിലെത്തിയപ്പോൾ വറുത്തരച്ച നല്ല നാടൻ കോഴിക്കറിയുടെ മണമായിരുന്നു അവിടെ ആകെ. അമ്മേ, വിശക്കുന്നു, ഉണ്ണിമോൾ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഡ്രസ്സ് മാറിയിട്ട് വാ, കഴിക്കാം, സുമിത്ര മറുപടി നൽകി. വൈശാഖേട്ടൻ എവിടെ അമ്മേ? കുളത്തിലൊന്നു പോയി മുങ്ങിയിട്ട് വരാം എന്നു പറഞ്ഞു പോയതാണ്. സുമിത്ര കപ്പപ്പുഴുക്ക് വിളമ്പുകയാണ്. ഞാനിപ്പോൾ വരാം എന്നു പറഞ്ഞ് ലക്ഷ്മി എഴുന്നേറ്റു. അവൾ കുളക്കടവിലേക്ക് നടന്നു.